ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രഷർ വാഷറാണ്. ടോയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രഷർ വാഷറാണ്. എക്കോ 40 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു 1700 വാട്ട്സിൻ്റെ 140 ബാർ മാക്സിമം പ്രഷർ പറയുന്ന ഒരു മെഷീനാണ്. നമുക്കിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണാം. 1700 വാട്ട്സ് 140 ബാർ മാക്സിമം പ്രഷർ 6.5 ലിറ്റർ പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ 6.5 ലിറ്റർ വെള്ളം കൺസ്യൂം ചെയ്യും മെഷീൻ. ഹോസ് ലെങ്ത് വന്നിട്ട് 8 മീറ്ററാണ്. റബ്ബർ ഹോസ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. 8 മീറ്റർ ഹോസ്, ഫിൽട്ടർ, അഡാപ്റ്റർ, എക്സ്റ്റൻഷൻ റോഡ്, ലെങ്ത് കൂട്ടാനുള്ള ഗണ്ണ്, സെൽഫ് റിമിങ് കിറ്റ്, ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 1 വർഷം വാറണ്ടി ഇവർ ആ മെഷീനിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുവൽ ബുക്ക്, വാറണ്ടി കാർഡിൽ ആ കമ്പനിക്കുള്ള വേറെ മെഷീൻസിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, വാറണ്ടി കാർഡ് വിത്ത് സീരിയൽ നമ്പർ ഉണ്ട്. ഗണ്ണ്, മെഷീൻ. ജസ്റ്റ് പിടിപ്പിക്കുന്നത് ഇതിൽ തന്നെ അവരുടെ സീരിയൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിടിപ്പിക്കുന്നത് ജസ്റ്റ് ഇതിനകത്ത് വെച്ചിട്ട് ഓക്കെ, ലോക്കായി. ഫിൽട്ടർ, ഇതിൻ്റെ വലിയ വാ വരുന്നിടത്ത് ഫിൽട്ടർ പിടിപ്പിക്കുക. സെൽഫ് റിമിങ്, വെള്ളത്തിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള സെൽഫ് റിമിങ് കിറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് തൽക്കാലം ഞാനിപ്പോൾ ഇത് പൈപ്പിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓസ് എടുത്തു. ഓസിന് അത് രണ്ട് കണക്ഷൻ, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒരു കണക്ഷൻ മെഷീനിലോട്ട് കണക്ട് ചെയ്യുക. എപ്പോഴും ഓർക്കേണ്ട, മെഷീനിലോട്ട് കണക്ട് ചെയ്യുമ്പം ഈ ജസ്റ്റ് ഈ അകത്തെ നട്ട് കറക്റ്റായിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് വേണം ടൈറ്റ് ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ടൈറ്റ് ആവും. 8 മീറ്റർ ഹോസ് കണക്ഷനാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ സൈഡ് നമ്മൾ ഗണ്ണിലോട്ട് കണക്ട് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് കറക്റ്റായിട്ട് അകത്തോട്ട് കയറ്റിയതിന് ശേഷം ഇത് കണക്ട് ചെയ്യുന്നതാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കയറും. അല്ലെങ്കിൽ കയറാൻ കുറച്ച് ടൈറ്റാവും. അപ്പോൾ അത് വരാതിരിക്കാനാണ് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഹോസ് എടുക്കുക. നമ്മുടെ വീട്ടിലെ നോർമൽ അരയിഞ്ച് ഹോസ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഹോസ് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഹോസ് എടുത്തു. ഹോസ് ഇതെടുത്ത് ഇതിനകത്തോട്ട് ഇടുക. കറക്റ്റായിട്ട് കയറ്റുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഇപ്പം നോർമലി എയർ പോയി വെള്ളം ക്ലിയർ ആയിട്ട് വന്നു തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്യണം? മെഷീൻ ഓൺ ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് വണ്ടി വാഷ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തറയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഈ ഫ്രണ്ടിൽ ചെയ്ത് പതിയെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഈ നോസിൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇടിപ്പിക്കുക. ഈ ഊരിയെടുത്ത സാധനം ഫ്രണ്ടിലോട്ട് ഒത്തിരി ബലം കൊടുത്ത് തിരിച്ച് വട്ടം ഓടിക്കരുത്. ജസ്റ്റ് കുറച്ച് ഇത് ചെയ്യാം, എന്നിട്ട് അടിക്കുക. ഇപ്പം ഇവിടെ പായലുള്ള സ്ഥലമാണ്. ജസ്റ്റ് പ്രഷർ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുറച്ച്
അത്യാവശ്യം നമ്മുടെ വീട്ടിലെ എല്ലാ പരിപാടിയും ഈ മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഷാമ്പൂ കിറ്റും കൂടെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഷാമ്പൂ കിറ്റ്, ഒരു ഓറിങ് ഉണ്ട്, ഓറിങ് എടുത്ത് ഇതിനകത്ത് ഷാമ്പൂ നിറയ്ക്കുക. ഷാമ്പൂ വെള്ളം കൂടെ മിക്സ് ചെയ്ത് വേണം എപ്പോഴും നിറയ്ക്കാൻ. എന്നിട്ട് ഫ്രണ്ടിലോട്ട് പിടിപ്പിക്കുക. അടിച്ചു കഴിഞ്ഞാൽ ഷാമ്പൂ വരും. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഷാമ്പൂ ഇട്ടതിന് ശേഷം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് പ്രഷർ കുറച്ചിട്ട് ഇതുപോലത്തെ രീതിയിൽ വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ഷാമ്പൂ എടുക്കുകയുള്ളൂ. നിങ്ങൾ ഫുൾ പ്രഷറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ വരില്ല. പ്രഷർ കുറച്ചതിന് ശേഷം മാത്രമേ ഷാമ്പൂ വരുള്ളൂ. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനാണ്, ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനാണ് ഞങ്ങളുടെ സ്റ്റോറിൽ വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് www.globetools.in എന്നൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.